ഇക്കുറി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കനത്തു തന്നെയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് 2015-ലും 2020-ലും നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടുണ്ടായിരുന്ന ആധിപത്യമുണ്ടല്ലോ, ആ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. 2015-ൽ ആകെയുള്ള 70 സീറ്റുകളിൽ 67 സീറ്റുകളും നേടിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. കേവലം 3 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. വാഷ് ഔട്ടായി കോൺഗ്രസ്. അപ്പോൾ എന്തൊരു ഭൂരിപക്ഷമാണത്! ശരിക്കും പറഞ്ഞാൽ 100% വിക്ടറി. ഒരു പാർട്ടിക്ക് സ്വപ്നം കാണാവുന്നതിനേക്കാൾ അപ്പുറത്തെ വലിയ വിജയമാണ് യഥാർത്ഥത്തിൽ 2015-ൽ ഡൽഹി ജനത ആം ആദ്മി പാർട്ടിക്ക് നൽകിയത്. അസംബ്ലി പോലും കൂടണ്ട, കാരണം പ്രതിപക്ഷത്തിലെ MLA-മാരൊന്നും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആകെ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 2020-ൽ നോക്കുമ്പോൾ വീണ്ടും ആകെയുള്ള 70 സീറ്റുകളിൽ 62 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരം ഉറപ്പിക്കുകയും തുടരുകയുമാണ് ആം ആദ്മി പാർട്ടി. അപ്പോഴും BJP ആണ് ആകപ്പാടെ അവിടെ അക്കൗണ്ട് തുറന്നത്. 8 സീറ്റുകൾ BJPക്ക് കിട്ടി. കോൺഗ്രസ് പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്ന ആധിപത്യം യഥാർത്ഥത്തിൽ 2025-ൽ നാളെ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിൽ ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പല കാരണങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ ആം ആദ്മി പാർട്ടി വോട്ടർമാരുടെ ഒരു മനസ്സിലേക്ക് കടന്നു കയറിയത് അവർ പ്രഖ്യാപിച്ച ഒട്ടേറെ സൗജന്യങ്ങളിലൂടെയായിരുന്നു, അല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ സൗജന്യ പദ്ധതികളുടെ ഒരു പ്രത്യേക അധ്യായം തുറക്കുന്നതിൽ ആം ആദ്മി പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല.